ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പൊമോഗ്രാനൈറ്റ് എന്ന മരത്തെ പറ്റിയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മാതളനാരകം എന്ന പഴമുണ്ടാകുന്ന ഒരു ചെടിയാണ്. ഉറുമാൻ പഴം എന്നും അറിയപ്പെടുന്ന മാതളനാരകം ഭക്ഷ്യയോഗ്യമായ പഴമുണ്ടാകുന്ന ഒരു ചെടിയാണ്. റുമാൻ പഴം എന്നും പേരുണ്ട്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ഇത് വാണിജ്യ വിളയായി കൃഷി ചെയ്തു വരുന്നു. കേരളത്തിൽ മാതളം വർഷം മുഴുവനും പൂക്കാറുണ്ടെങ്കിലും സാധാരണ വർഷക്കാലത്താണ് കൂടുതൽ പൂക്കുന്നത്. മറ്റ് പഴങ്ങളെ അപേക്ഷിച്ച് വളരെ കാലം കേടുകൂടാതിരിക്കുന്ന ഒന്നാണ് മാതളം. സംസ്കൃതത്തിൽ ഡാഡിമം എന്നും ഹിന്ദിയിൽ അനാർ എന്നും അറിയപ്പെടുന്നു. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് മാതളത്തിൻ്റെ ജന്മസ്ഥലം. പൂണിക്കേഷ്യയെ എന്ന കുടുംബപ്പേര് പൂണികർ അഥവാ ഫിനീഷ്യരിൽ നിന്ന് ലഭിച്ചതാണ്. മാതളനാരകം ഉത്ഭവിച്ചത് ഹിമാലയത്തിനും ഈജിപ്തിനും ഇടയിലുള്ള പ്രദേശത്താണെന്ന് കരുതപ്പെടുന്നു. ഇറാഖിലെ ഉർ എന്ന പ്രാചീന നഗരത്തിൽ നിന്ന് വന്നതെന്ന അർത്ഥത്തിൽ റുമാമ്പഴം എന്ന് വിളിക്കുന്നു. അറബിയിൽ ഇത് റുമാൻ പഴമാണ്. അക്ബർ ചക്രവർത്തി തൻ്റെ നൃത്തസദസ്സിൽ ഒരു നാടോടി നർത്തകിയെ കാണുകയും അവളെ അനാർക്കലി എന്ന് വിളിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ അനാർക്കലി എന്ന പദത്തിന് മാതള പൂമോട്ട് എന്നാണ് അർത്ഥം. അക്കാലങ്ങളിൽ കാബൂളിൽ നിന്നും മാതളം വ്യാപാരത്തിനായി ദില്ലിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. 5 മീറ്റർ വരെ ഉയരത്തിൽ ഈ ചെടി വളരുന്നു. താഴെ നിന്നും തന്നെ ശിഖരങ്ങൾ പൊട്ടുന്ന സ്വഭാവം ഇതിനുണ്ട്. ഇലകളുടെ ഉപരിതലം മിനുസവും തിളക്കവും ഉള്ളതാണ്. ചെറുശാഖകളുടെ അഗ്രഭാഗത്ത് 1 മുതൽ 5 വരെ പൂക്കൾ കാണപ്പെടുന്നു. പൂക്കൾ വലുതും ആകർഷണീയമാണ്. ഫലങ്ങൾ തവിട്ട് കലർന്ന ചുവന്ന നിറത്തിലായിരിക്കും. മാതളപ്പഴത്തിന് തുകൽ പോലെ കട്ടിയുള്ള തൊലിയാണ് ഉള്ളത്. ഫലങ്ങൾ തവിട്ട് കലർന്ന ചുവന്ന നിറത്തിലായിരിക്കും. മാതളപ്പഴത്തിന് തുകൽ പോലെ കട്ടിയുള്ള തൊലിയാണ് ഉള്ളത്. ഫലത്തിനുള്ളിൽ വിത്തുകൾ നിറഞ്ഞിരിക്കുന്നു. വിത്തുകൾ രസകരമായ പൾപ്പ് കൊണ്ട് മൂടിയിരിക്കുകയും ചെയ്യും. ഈ പൾപ്പാണ് ആഹാരയോഗ്യമായ ഭാഗം. ഇന്ത്യയിൽ സാധാരണ കാണാറുള്ളത് 2 ഇനങ്ങളാണ്, വെളുത്തതും ചുവന്നതും. വെളുത്ത ഇനത്തിൻ്റെ കുരുവിന് കടുപ്പം കുറയും, നീരിന് കൂടുതൽ മധുരവും. പുളിപ്പ് കൂടുതലുള്ള ഒരു ഇനം മാതളം ഹിമവൽ സാനുകളിൽ വളരുന്നുണ്ട്. ഇതിൻ്റെ കുരു ഉണക്കി പുളിക്ക് പകരം ഉപയോഗിച്ചു വരുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. Subscribe, like, share.